അർബുദം അഥവാ ക്യാൻസർ നമ്മളുടെ ഇടയിൽ ആ പദം സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് അതിനെ കുറച്ചുകൂടി വാക്കുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതൊരു ഭീതിയാണോ, അല്ലെങ്കിൽ ദുരന്തമെന്നാണോ, അല്ലെങ്കിൽ ഏതോ ഒരു മഹാവിപത്തെന്നാണോ, എന്താണെന്നറിയില്ല. ഈ ഒരു പദം കേൾക്കുമ്പോഴത്തേക്ക് മനുഷ്യരുടെ മുഖത്ത് ഉണ്ടാകുന്ന ഭാവഭേദങ്ങൾ, അതിൽ നിന്നും വളരെ ലളിതമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാകും. മനുഷ്യർ വല്ലാതെ അല്ലെങ്കിൽ അങ്ങേയറ്റം ഭയപ്പാടുകൂടി കാണുന്ന ഒരു രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന്. നമ്മുടെ സമൂഹത്തിൽ നമ്മളൊന്ന് മാറി നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജനത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത്, അത് വിദ്യാഭ്യാസം നേടിയവരും അല്ലാത്തവരുമായിട്ടുള്ള ജനത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരം എന്നേ പറയേണ്ടു. ഇപ്പോൾ ISROയുടെ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വളരെ ആധികാരികമായിട്ട് അഭിപ്രായം പറയുന്നത് ഒരുപക്ഷെ 10ാം ക്ലാസ് ജയിക്കാത്ത ഒരു സിനിമാ നടിയായിരിക്കും. അതല്ലെങ്കിൽ വിദഗ്ധർ പറയേണ്ട പല കാര്യങ്ങളിലും യാതൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അറിവോ ഇല്ലാത്ത ആൾക്കാർ വളരെ ആധികാരികമായിട്ട് അഭിപ്രായം പറയുകയും അത് പൊതുസമൂഹത്തിൽ വേരുറപ്പിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച, അത് വളരെ പരിതാപകരം എന്നേ പറയുള്ളൂ. ഇവിടെയെല്ലാം ഇത്തരം ആൾക്കാർക്ക് വളമാകുന്നത് ശാസ്ത്ര വിഷയങ്ങളിലുള്ള, സയൻസ് വിഷയങ്ങളിലുള്ള ജനത്തിൻ്റെ അജ്ഞതയാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഹൈസ്കൂൾ തലത്തിലൊക്കെ പഠിക്കുമ്പോൾ കോശം, DNA എന്നൊക്കെ പറഞ്ഞാൽ സയൻസ് അധ്യാപകൻ്റെ നിലവാരം നമുക്കറിയാം. എന്തൊക്കെയോ ക്ലാസ്സിൽ പറയുന്നു, കുട്ടികൾ എന്തൊക്കെയോ കാണാതെ പഠിക്കുന്നു. വൈദ്യശാസ്ത്ര പഠനത്തിന് പോയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം എന്താണെന്നും കോശവിഭജനം, നമ്മൾ ഈ ഊനഭംഗം, ക്രമഭംഗം എന്നൊക്കെ പറയുന്ന സംഗതികൾ എന്താണെന്നൊക്കെ മനസ്സിലായത്. അത് പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചത്, എന്നോടൊപ്പം സ്കൂളിൽ കോളേജിൽ പഠിച്ച ആൾക്കാർ അവരുടെ ധാരണ എന്തായിരിക്കും ഇതിനെപ്പറ്റി എന്നുള്ളതാണ്. കാരണം ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ, സയൻസും ഗണിതവും, അത് പാൽപ്പായസം കുടിക്കുന്നത് പോലെ പഠനം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ആ രീതിയിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള അധ്യാപകർ അത് നമുക്കില്ല. ഇന്നും അധ്യാപക വൃത്തി എന്ന് പറയുന്നത് അതത് സമുദായങ്ങൾ ഓരോരോ സ്കൂളുകൾ സ്ഥാപിക്കുകയും കോഴ വാങ്ങിച്ച് അതേ സമുദായക്കാരായിട്ടുള്ള അധ്യാപകരെ നിയമിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്നത് വിദ്യാഭ്യാസം എന്നല്ല, നമ്മൾ പറയുന്നത് വിദ്യ ആഭാസം എന്നാണ്. അപ്പം നമ്മൾ ചുറ്റിനും കാണുന്ന ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുവാനും കുട്ടികളെ ആ വഴിക്ക് തിരിച്ചു വിടുവാനും ഒക്കെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കഴിയാത്തത് കൊണ്ട് ഒരു വസ്തുത അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്നോക്കം പോകുകയും അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ വേരുറപ്പിക്കുകയും ചെയ്യുന്നത്. മനുഷ്യൻ ഒരു ഏകകോശ ജീവിയല്ല, അമീബ പോലെ ഒരു ഏകകോശ ജീവിയല്ല. പരിണാമത്തിൽ ആദ്യമുണ്ടായത് വിഘടിക്കുന്ന തന്മാത്രകൾ. അത്തരം തന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള വൈറസ് പോലെയുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതിസൂക്ഷ്മമായിട്ടുള്ള ജീവകണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കോശഭിത്തി പോലും അവയ്ക്കില്ല. അവിടെ നിന്നും ബാക്ടീരിയ, അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങളുള്ള പരിണാമത്തിലൂടെ മനുഷ്യനെ പോലെ, നീലത്തിമിംഗലത്തിനെ പോലെ കോടിക്കണക്കിന് കോശങ്ങളുള്ള ജീവികളിലേക്കുള്ളൊരു പരിണാമം. ഏകകോശ ജീവികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഒരു ഉദാഹരണം എടുത്താൽ അമീബ പോലുള്ള സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കിടക്കുന്ന ദ്രവമാധ്യമത്തിൽ അതിൽ നിന്നും അതിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നു. അതിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ പുറന്തള്ളപ്പെടുന്നു. കുഴപ്പമില്ല. അതിന് പക്ഷേ നമ്മളെപ്പോലൊരു കണ്ണോ മൂക്കോ ചെവിയോ ഇതുപോലെ വികസിച്ച പഞ്ചേന്ദ്രിയങ്ങളോ ഒന്നുമില്ല. പക്ഷേ അത് ഒരു ജീവൻ്റെ രൂപമാണ്. ബഹുകോശ ജീവികളിലേക്ക് വരുമ്പോൾ അത്തരം ബഹുകോശങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് ചില സിസ്റ്റങ്ങൾ, വ്യൂഹങ്ങൾ ഉണ്ടായേ മതിയാകൂ.
എല്ലാ കോശങ്ങൾക്കും ജീവൻ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഊർജം ആവശ്യമാണ്. ഏകകോശ ജീവിയ അമീബയുടെ ശരീരത്തിൽ ചുറ്റുമുള്ള ദ്രവമാധ്യമത്തിൽ നിന്നും അതിന് വേണ്ട ഘടകങ്ങൾ വലിച്ചെടുക്കുന്നത് പോലെ ബഹുകോശ ജീവികൾക്ക് പറ്റുകയില്ല. അവിടെയാണ് ഭക്ഷണം അത് പോകുവാനൊരു വഴി, ദഹന വ്യവസ്ഥ. അതിലെ പോഷകങ്ങൾ ശരീരത്തിൽ എമ്പാടും എത്തിക്കുവാനും പ്രാണവായു എമ്പാടും എത്തിക്കുവാനും ഒരു മാധ്യമം ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിലെ രക്തം, അതിൻ്റെ ധർമ്മം. അപ്പോൾ ഈ രക്തം വെറുതെ പോവില്ല. അതിനെ പമ്പ് ചെയ്യണമെങ്കിലും അതിനെ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി വീണ്ടും പൂർവ്വസ്ഥലത്തേക്ക് കൊണ്ടുവരണമെങ്കിലും ഒക്കെ ഒരു പമ്പിങ് ഓർഗൻ, അതിനെ മുന്നോട്ട് ശക്തിയായിട്ട് ചീറ്റിക്കുന്ന ഒരു അവയവവും അത് കൊണ്ടുപോകാൻ ചില വഴികളും ആവശ്യമുണ്ട്. അതാണ് ഹൃദയവും രക്തക്കുഴലുകളും ചേർന്നുണ്ടായിരിക്കുന്ന രക്തചംക്രമണ വ്യവസ്ഥ. ഓക്സിജനാണ് പ്രാണവായു എങ്കിൽ അതിനെ സ്വീകരിക്കാൻ ആവശ്യമായിട്ട് ശ്വാസകോശം, നമുക്കങ്ങനെ ശ്വസന വ്യവസ്ഥ. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, അവ ചേർന്നുണ്ടായിരിക്കുന്ന അന്തസ്രാവി വ്യവസ്ഥ. ഓരോരോ സെക്കൻഡിലും ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങൾ, ഉപാപചയ പ്രവർത്തനങ്ങളുടെ, മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ, അതിനെ ഓരോ സെക്കൻഡിലും ശരീരം പുറന്തള്ളുന്നുണ്ട്. അല്ലാതെ നമ്മളുടെ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ കാണുന്ന ശുചീകരണ തൊഴിലാളികളെ പോലെ രാവിലെ 9 മണിക്ക് ചെയ്യുന്നൊരു പരിപാടിയല്ല വിസർജ്യ വ്യവസ്ഥ, ഓരോ സെക്കൻഡിലും. അപ്പം അതിനു വേണ്ടിയിട്ട് വൃക്കകളെ നയിക്കപ്പെടുന്ന ഒരു വിസർജ്യ വ്യവസ്ഥ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന കേന്ദ്ര നാഡീ വ്യവസ്ഥ, ഇങ്ങനെ പലതരം വ്യൂഹങ്ങൾ കൊണ്ടാണ് കോടിക്കണക്കിന് കോശങ്ങളുള്ള നമ്മളെപ്പോലുള്ള ജീവജാലങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരം ബഹുകോശ ജീവികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ വ്യൂഹത്തിൽ നിന്നും ലക്ഷക്കണക്കിന് കോശങ്ങൾ ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നുണ്ട്. നമ്മളൊന്ന് ഭക്ഷണം വായിലിട്ട് ചവയ്ക്കുമ്പോൾ തന്നെ കവിളിനകത്തു നിന്നൊക്കെ കുറേ കോശങ്ങൾ പോകുന്നുണ്ട്. ഇവ പുനർജീവിക്കുന്നില്ല. ഉടൻ തന്നെ കോശവിഭജനം നടന്ന് അവിടെ പുതിയതായിട്ടുള്ള കോശങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി വെട്ടിക്കീറിയതുപോലെ ഇരിക്കും. കൊഴിഞ്ഞു പോകുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള കോശങ്ങൾക്ക് പകരം പുതിയതായിട്ടുള്ള കോശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അർബുദം പോലെയുള്ള അവസ്ഥകളും ഉണ്ടാകുന്നത്. ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം നമ്മൾ അവിടെയും ഓർത്തിരിക്കുക. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം. ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ ഒരു സൈഡ് ഇഫക്റ്റ്, ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ. നമ്മൾ ഏകകോശ ജീവിയായിരുന്നെങ്കിൽ ഇത്തരം കൊഴിച്ചുപോകലുകളുടെ ആവശ്യമില്ല. കോടിക്കണക്കിനായിട്ടുള്ള കോശങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിൽ ഓരോ ദിവസവും കൊഴിഞ്ഞുപോകലുകൾ ഉണ്ടാകുമ്പോൾ പുനരുജ്ജീവനം നടന്നില്ല എങ്കിൽ ബുദ്ധിമുട്ടാകും. നമ്മൾ മരണത്തിലേക്ക് വളരെ പെട്ടെന്ന് അടുക്കും. അപ്പോൾ ഇത്തരം കോശവിഭജനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മളുടെ തലച്ചോറ് കുറച്ചുകൂടി നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. അറിവിനെ അവിടെയാണ് കൊണ്ടുവരേണ്ടത്. എങ്കിലും നമ്മൾ ലളിതമായിട്ട് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഒരു കോശം 2 ആകുന്നു, 2 4 ആകുന്നു, 4 8 ആകുന്നു, ഇങ്ങനെ നമ്മൾ എഴുതി നോക്കിയാൽ ഏതാണ്ട് 20ാമത്തെ സൈക്കിളിൽ വരുമ്പോഴത്തേക്ക് തന്നെ 1 ദശലക്ഷം, അതായത് 10 ലക്ഷം കോശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ക്യാൻസറുകൾ വളർച്ചകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 1 ദശലക്ഷം കോശങ്ങൾ ഉണ്ടായ ഒരു വളർച്ച ദേഹത്തുണ്ടെങ്കിലും അത് അൺഡിറ്റക്റ്റബിളാണ്. നിങ്ങൾക്കതിനെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. 20ാമത്തെ വിഭജനത്തിലെത്തിയപ്പോൾ തന്നെ 1 ദശലക്ഷമാണ് എണ്ണം. അത് 30 വിഭജനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും 10 കോടിയായി. 40ാമത്തെ വിഭജനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 1 ട്രില്യൺ അഥവാ 1 ലക്ഷം കോടിയായി. 42 അല്ലെങ്കിൽ 43ാമത്തെയോ വിഭജനത്തിലെത്തുമ്പോഴത്തേക്കും ആൾ മരിച്ചു പോകും. വളരെ ലളിതമായി ഇത്രയേ ഉള്ളൂ. പക്ഷേ കോശവിഭജനത്തിന് മുന്നോടിയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത്? പലരും പറയാറുണ്ട് മനുഷ്യൻ ഏകകോശത്തിൽ നിന്നാണ് ഉണ്ടായത്. അല്ല, പുരുഷ ബീജവും അണ്ഡവും കൂടെ ചേർന്നുണ്ടായ സിക്താണ്ഡത്തിനെ ഭ്രൂണശാസ്ത്രം 2 സെൽ സ്റ്റേജ്, ദ്വികോശ അവസ്ഥ എന്നാണ് പറയുക.
നമ്മൾ നോക്കുമ്പോൾ ഒരു കോശമായിട്ട് തോന്നുമെങ്കിലും അതിൽ 2 കോശമർമ്മങ്ങൾ, 2 ന്യൂക്ലിയസുകൾ ഉള്ളതുകൊണ്ട് അതിനെ ദ്വികോശം എന്നാണ് പറയുക. എനിവേ, അതിൽ നിന്നാണ് നമ്മൾ ഈ വളരുന്നത്. 270 ദിവസം കൊണ്ട് ഒരു ഭ്രൂണം പൂർണ്ണ വളർച്ച എത്തിയിട്ട്, പൂർണ്ണ വളർച്ച എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാവുന്നൊരു കാഴ്ച, നമ്മുടെ കൈ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാംസപിണ്ഡം പോലെയാണ്. ആ മാംസപിണ്ഡത്തിൽ നിന്നും എങ്ങനെയാണ് ഈ വിരലുകൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, വിരലുകളുടെ ഇടയിൽ ഉള്ള കുറച്ച് കോശങ്ങൾ കൊഴിഞ്ഞു പോകും. മെഡിക്കൽ ഭാഷയിൽ ഇതിനെ എപ്പോട്ടോസിസ് എന്ന് പറയും. എന്നുവെച്ചാൽ ഫാളിങ് ഓഫ് ലീഫ്, ഇല കൊഴിയൽ, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഇലകൾ കൊഴിയുന്നത് പോലെ കുറേ കോശങ്ങൾ പോയതുകൊണ്ട് മാത്രമാണ് ഈ വിരലുകൾ ഇങ്ങനെയാകുന്നത്. അപ്പോൾ ഒരു ഭ്രൂണം വളർച്ച പ്രാപിക്കുമ്പോൾ പല സംഗതികളും കൊഴിഞ്ഞു പോകുന്നുണ്ട്. മാസമുറയിൽ നടക്കുന്നത് മറ്റൊരു തരം കൊഴിഞ്ഞു പോക്കലാണ്. ഇത്തരം കൊഴിഞ്ഞു പോക്കലുകൾക്ക് പകരം പുതുതായിട്ട് അവിടെ ഒരു സംഗതി ഉണ്ടാവുകയില്ല. കാരണം എങ്കിൽ മാത്രമേ അവയവങ്ങൾക്ക് ആ രീതിയിലുള്ള വളർച്ച സാധ്യമാകൂ. പക്ഷേ വായ, വിസർജ്യ വ്യവസ്ഥ തുടങ്ങി നിരവധി അവയവങ്ങളിൽ ലക്ഷക്കണക്കിന് കോശങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ പുതിയതായിട്ടൊരു കോശം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന സാധനം കോശവിഭജനം, 1 മുറിഞ്ഞ് 2 ആകുന്നു. വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാമെങ്കിലും ഒരു കോശത്തിനകത്ത് കാണുന്ന DNA, പിരിയൻ ഗോവണിയുടെ ആകൃതിയിൽ കാണുന്ന DNA, അത് നടുക്ക് വെച്ച് 2ആയിട്ട് മാറുകയാണ്. നമ്മളൊരു മനുഷ്യനെ നിർത്തിയിട്ട് നടുക്ക് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു ഇടതുവശം ഒരു പകുതി, വലതുവശം മറ്റൊരു പകുതി. വലതുവശം തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഇടതുവശത്തിനെ അതേ രീതിയിൽ പുനർനിർമ്മിക്കും. ഇടതുവശം തനിക്ക് നഷ്ടപ്പെട്ട വലതു ഭാഗത്തിനെയും അതേ രീതിയിൽ പുനർനിർമ്മിക്കും. പുനർനിർമ്മാണം എന്ന് പറയുന്നത് മാംസ്യ തന്മാത്രകളുടെ സംശ്ലേഷണം അഥവാ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ തന്മാത്രകളെ ഉണ്ടാക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, DNA-യിൽ സ്കൂൾ തലത്തിൽ നമ്മൾ പഠിക്കാറുണ്ട്. അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ചില തന്മാത്രകളെ ഇങ്ങനെ അക്ഷര രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ക്രമം എന്താണോ അതനുസരിച്ച് മറുപകുതി ഉണ്ടാകുന്നു. ഈ മറുപകുതി ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും ചില അക്ഷരത്തെറ്റുകൾ വന്നാൽ പിന്നീട് അവിടെ ഉണ്ടാകുന്നത് നോർമൽ കോശമല്ല. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കും എന്ന് പറയുന്നത് പോലെ അത്തരം കോശവിഭജനങ്ങളിൽ പാളം തെറ്റി ഓടുന്ന അക്ഷരത്തെറ്റുകളോടുകൂടിയ പകർപ്പുകൾ ഉണ്ടായിപ്പോയാൽ അങ്ങനെ ഉണ്ടാകുന്ന കോശങ്ങളെയാണ് നമ്മൾ അർബുദ കോശങ്ങളെന്ന് പറയുന്നത്, അഥവാ ക്യാൻസർ കോശങ്ങളെന്ന് പറയുന്നത്. അത് നമ്മളാരെങ്കിലും അറിഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. കോശവിഭജനത്തിൽ ഇത്തരം പാളം തെറ്റുകൾ സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരം കോശങ്ങൾ ഉണ്ടായാൽ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ, ഇമ്മ്യൂൺ സിസ്റ്റം, അത് വലകെട്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആറ്റിലെ വെള്ളപ്പെരുക്കം വരുമ്പോൾ നമ്മൾ അതിൽ കൂടി വരുന്ന മത്സ്യങ്ങളെ പിടിക്കുവാൻ വേണ്ടിയിട്ട് വല ഉയർത്തി പിടിച്ചാൽ എങ്ങനെയിരിക്കും? ഈ മത്സ്യങ്ങൾ അതിനകത്ത് വീഴും എന്ന് പറയുന്നത് പോലെ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ, വെളുത്ത രക്താണുക്കൾ, അത് തന്നെ 5 തരമുണ്ട്. അവയും അവയുടെ ഉപകോശങ്ങളും, അതുപോലെ മുഴ നിരോധിത ജീനുകൾ, ട്യൂമർ സപ്രസർ ജീനുകൾ, കഴലഗ്രന്ഥികൾ തുടങ്ങിയവരെല്ലാവരും കൂടി ഉൾപ്പെടുന്ന വലിയൊരു സൈനിക വ്യൂഹം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്യാൻസർ കോശങ്ങളെ അപ്പോൾ നശിപ്പിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അത് പറയാൻ കാരണം, ഒരു ക്യാൻസർ രോഗി കാണുമ്പോൾ അയാളുടെ ശരീരത്തിൽ മാത്രമാണ് ക്യാൻസർ കോശങ്ങൾ ഉള്ളത് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറിലും സപ്പോർട്ടിംഗ് സ്റ്റാഫിലും കാണാൻ ചെല്ലുന്ന കൂട്ടിരിപ്പുകാർക്കും എല്ലാവരുടെയും ദേഹത്ത് ഈ സാധനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മനുഷ്യ ശരീരം, ആ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ വ്യവസ്ഥ ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോൾ നശിപ്പിച്ച് മാറ്റുന്നത് കൊണ്ട് നമ്മൾ രോഗികളാകുന്നില്ല എന്ന് മാത്രം. പക്ഷേ നശിപ്പിക്കാൻ പറ്റുന്നതിനേക്കാൾ ഏറെ കോശങ്ങൾ ഉണ്ടായാലോ, അപ്പോഴാണ് നമ്മൾ രോഗികളാകുന്നത്. എങ്കിൽ ഈ അസുഖം സാധാരണ കോശവിഭജനത്തിൽ അബ്നോർമൽ കോശങ്ങൾ ഉണ്ടാവാം, ക്യാൻസർ കോശങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതൊരു രോഗാവസ്ഥയിലേക്ക് മാറണമെങ്കിൽ എന്തായിരിക്കും പ്രശ്നം?
അതിലേക്കാണ് നമ്മൾ അടുത്തേക്ക് പോകേണ്ടത്. ക്യാൻസർ ഉണ്ടാകാൻ 2 ഘടകങ്ങൾ, 2 പരിതസ്ഥിതികൾ ആവശ്യമാണ്. ഒന്ന് ആന്തരിക പരിതസ്ഥിതി, 2 ബാഹ്യ പരിതസ്ഥിതി. ആന്തരിക പരിതസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരവരുടെ ജനിതക വ്യവസ്ഥയെ തന്നെയാണ്. ചില വ്യക്തികൾ 80 വയസ്സ് വരെ ഒരേ പുകവലിയായിരിക്കും, ഒരേ മദ്യപാനമായിരിക്കും, ഒന്നും സംഭവിക്കില്ല. കാരണം അവിടെ സംഭവിക്കുന്നുണ്ട്, ആ ജനിതക വ്യവസ്ഥ അല്പം ശക്തിമത്തായതുകൊണ്ട് ഉണ്ടാകുന്ന പരിക്കുകളെ അതിജീവിച്ച് ഈ അവയവം മുന്നോട്ട് പോകുന്നു. ഇത് കണ്ടിട്ട് ജനിതകപരമായി ദുർബലനായിട്ടുള്ള ഒരാൾ അതുപോലെ വലിക്കുവാനോ കുടിക്കുവാനോ പോയാൽ പ്രത്യാഘാതങ്ങളുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെയും ജനിതക വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരുപോലെയല്ല. കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഈ ശക്തിമത്തായിട്ടുള്ളൊരു ജനിതക ഘടന കിട്ടുന്നത്. ബാക്കിയൊക്കെ ഒരുപാട് ദൗർബല്യങ്ങളുള്ള ജനിതക ഘടനയാണ് നമ്മുടേത്. പരിണാമത്തിൽ ഏറ്റവും അധികം ദുർബലനായിട്ടുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയുള്ളൂ, മനുഷ്യനാണ്. മൃഗങ്ങളെ നാൽക്കാലികളോട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറകിലാണ്. പിന്നെ ഇത്തരം ദൗർബല്യങ്ങളെ നമ്മൾ എങ്ങനെ മറികടക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, മനുഷ്യൻ്റെ വികസിച്ച മസ്തിഷ്കം ഒന്നുകൊണ്ട് മാത്രം. നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ നടക്കാൻ ചിമ്പൻസിയുടേതുപോലെ വളരെ ചെറിയൊരു മസ്തിഷ്കമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഏതാണ്ട് 1400 ഗ്രാം അത്രത്തോളം ഭാരമുള്ള, അത്രത്തോളം വികസിച്ച ഈ ഒരു മസ്തിഷ്കത്തിൻ്റെ സഹായത്താലാണ് മനുഷ്യവർഗം ഭൂമിയിൽ ഇത്രയധികം പെറ്റുപെരുകിയതും ഇന്നും നിലനിന്ന് പോരുന്നതും ഇക്കണ്ട ജീവിത ദൈർഘ്യമൊക്കെ നീട്ടിയെടുത്തതും. അല്ലായിരുന്നുവെങ്കിൽ നമ്മളും മറ്റ് മൃഗങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ വംശം തന്നെ കുറ്റിയേറ്റു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേനെ. ആന്തരിക ഘടന നമ്മൾ മനസ്സിലാക്കി അവനവരുടെ ജനിതക ഘടന തന്നെയാണ്. അപ്പോൾ ചോദിക്കെങ്കിൽ പിന്നെ ബാഹ്യ പരിതസ്ഥിതി എന്താണ്? ബാഹ്യ പരിതസ്ഥിതി വേണമെങ്കിൽ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. കെമിക്കൽ ഏജൻസ്, രാസപദാർത്ഥങ്ങൾ. വീട്ടിലുപയോഗിക്കുന്ന ഉപ്പും പഞ്ചസാരയും ഒക്കെ രാസപദാർത്ഥങ്ങൾ തന്നെയാണ്. എങ്കിലും കെമിക്കൽ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ കെമിക്കൽ ഏജൻസ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഹാനികരമാവാൻ സാധ്യതയുള്ള രാസവസ്തുക്കൾ എന്നേ അർത്ഥമുള്ളൂ. രണ്ടാമതായിട്ട് ഫിസിക്കൽ ഏജൻസ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ. മൂന്നാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ. കോശ വളർച്ച ത്വരിതപ്പെടുത്തുക എന്നതാണ് ഹോർമോണുകളുടെ, പ്രത്യേകിച്ച് ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളിലൊന്ന്. അപ്പോൾ അത്തരം ഹോർമോണുകളും ഹാനികരമായിട്ട് മാറാം. ആൻഡ് നാലാമത് ബയോളജിക്കൽ ഏജൻസ്, ചിലതരം വൈറസ് ബാധകൾ, വിഷാണുക്കൾ മൂലമുണ്ടാകുന്ന ചിലതരം അസുഖങ്ങൾ കോശങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് അത് നമ്മളെ അസുഖത്തിലേക്ക് നയിക്കാം. ഈ പറയുന്ന ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബഹുഭൂരിപക്ഷം അർബുദങ്ങളും മനുഷ്യൻ്റെ ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ചിട്ടാണ് വരിക. എന്ന് വെച്ചാൽ 50 വയസ്സ് കഴിയുമ്പോഴാണ് ബഹുഭൂരിപക്ഷം ഉടലെടുക്കുക. എന്നാൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ലുക്കീമിയ, മസ്തിഷ്കത്തിൽ വരുന്ന പലതരം അർബുദങ്ങൾ, ദെൻ പ്രത്യുൽപാദന കാലയളവിൽ സ്ത്രീജനങ്ങളിൽ വരുന്ന മാരടത്തിലെയും ഗർഭാശയമുഖത്തെയും അർബുദങ്ങൾ, തൈറോയിഡിൽ വരുന്ന അർബുദാവസ്ഥകൾ, ഇതുപോലെ ഏതാനും ചില സംഗതികളെ നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി ബഹുഭൂരിപക്ഷം അർബുദങ്ങളും 50 വയസ്സുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ചിട്ടാണ് വരിക. കാരണം ഓരോ 10 വർഷം കഴിയുന്തോറും മനുഷ്യൻ്റെ ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനശേഷിയിൽ 10% വെച്ച് കുറവ് വരും. പ്രായം കൂടി വരുന്നതനുസരിച്ച് ഇമ്മ്യൂൺ വ്യവസ്ഥ, നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ കുറച്ചുകൂടി ദുർബലമാകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഇത്തരം കോശങ്ങളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുവാനുള്ള ശേഷി ഇല്ലാതാവുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു വാദം, ഈ കാലഘട്ടത്തിൽ ക്യാൻസറിൻ്റെ അളവ് നിരക്ക് വളരെ കൂടുതലാണ് എന്നാണ്. ചെറിയ ഒരു വാസ്തവം മാത്രമേ അതിലുള്ളൂ. കാരണം പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഇന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഒരു വല്യപ്പച്ചനെയോ വല്യമ്മച്ചി കാണാറില്ലല്ലോ.
ആ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഈ ആൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി ശരീരമൊക്കെ ശോഷിച്ച് ഇങ്ങനെ മരണം കാത്തു കിടക്കുകയാണ്. ഇങ്ങനെ മരണം കാത്തു കിടന്ന ഒരുപാട് പേരിൽ അർബുദം ഉണ്ടായിരുന്നു. സ്വാതി തിരുനാളിനെ പോലെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഒരു രാജവംശത്തിലെ ഒരു രാജാവിന് പോലും 33-ാമത്തെ വയസ്സിൽ മരിച്ചു പോയപ്പോൾ എന്തായിരുന്നു കാരണമെന്ന് ആർക്കും അറിയില്ല. അപ്പം പഴയ കാലഘട്ടങ്ങളിൽ രോഗനിർണയം, ലബോറട്ടറി സംവിധാനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവ അത്ര കണ്ട് പ്രചാരത്തിലില്ലായിരുന്നത് കൊണ്ട് അന്ന് മരിച്ചുപോയ ആൾക്കാരുടെ ഒന്നും ഈ ഒരു ഗണത്തിലല്ല നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ജനസംഖ്യാ നിരക്കിൽ സാധാരണഗതിയിൽ കാണേണ്ട ക്യാൻസറിൽ നിന്നും ചില സംഗതികളിൽ ചെറിയൊരു വർധനവുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കൂടിയ ആയുർദൈർഘ്യവും പെരുകുന്ന ജനസംഖ്യയെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അത്ര കണ്ട് ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല ഇത് എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ ജനിതക വശത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. മനുഷ്യ ശരീരത്തിൽ മുഴ നിരോധിത ജീനുകൾ അല്ലെങ്കിൽ ട്യൂമർ സപ്രസർ ജീനുകൾ, ക്യാൻസർ ഉണ്ടാവാതെ നോക്കേണ്ട ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവയുടെ പ്രവർത്തനത്തിലെ വൈകല്യങ്ങൾ പലപ്പോഴും ഉൾപരിവർത്തനങ്ങൾ, മ്യൂട്ടേഷനുകൾ സംഭവിക്കുമ്പോൾ ട്യൂമർ സപ്രസർ ജീനുകൾ അഥവാ മുഴ നിരോധിത ജീനുകളുടെ ശേഷിയില്ലായ്മ മൂലം, ശേഷിക്കുറവ് മൂലം പല അവയവങ്ങളിലും ക്യാൻസറുകൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ ക്യാൻസർ ചികിത്സയിൽ ജനിതക പരിശോധന എന്ന് പറയുന്നത്. ചില പ്രത്യേകതരം ജീനുകൾ ചിലരിൽ ഉണ്ടെങ്കിൽ അതിന് ചികിത്സ ഒരു വിഭാഗം, അത് ഇല്ല എങ്കിൽ ചികിത്സ മറ്റൊരു വിഭാഗം. ഇങ്ങനെയാണത് പോവുക. നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് വരുന്ന ക്യാൻസറിൻ്റെ തുടക്കത്തിലെ ലക്ഷണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ആശുപത്രികളിൽ വന്ന് എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ അതിനെ ഒന്ന് നോക്കിക്കളയാം, അങ്ങനെയും നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റേജിങ്, ഘട്ടങ്ങൾ നമുക്ക് വേണമെങ്കിൽ 4ആയിട്ട് തിരിക്കാം. 1, 2, 3, 4. ഈ ഘട്ടങ്ങൾ, സ്റ്റേജിങ് എന്ന് പറയുന്ന പരിപാടിക്ക് 3 ഘടകങ്ങൾ ആവശ്യമുണ്ട്. ടി എന്ന് പറഞ്ഞാൽ ട്യൂമറിൻ്റെ വലിപ്പം, എൻ എന്ന് പറഞ്ഞാൽ കഴലഗ്രന്ഥികൾ, ലിംഫ് നോഡ്സ്, ആൻഡ് എം എന്ന് വെച്ചാൽ മെറ്റാസ്റ്റേസിസ്, മറ്റ് അവയവങ്ങളിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ, സെക്കൻഡറീസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേജിങ് നിശ്ചയിക്കുന്നത്. അതിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം ചികിത്സിച്ച് മാറ്റി കൊടുക്കാം. സ്തനാർബുദം പോലുള്ള കേസുകൾ സ്റ്റേജ് 3ഉം, അതുപോലെ ചില കാര്യങ്ങളിൽ സ്റ്റേജ് 3യിലായാലും നമുക്ക് മാറ്റി കൊടുക്കാം. 4ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജീവിതം നീട്ടിക്കൊടുക്കാം എന്ന് മാത്രമേ അവിടെ നടക്കൂ. അല്ലാതെ അവിടെ ഒരു ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അത്. നിർഭാഗ്യവശാൽ നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോഴും ആൾക്കാർ വരുന്നത് വളരെ വൈകിയാണ്. സ്റ്റേജ് 4ലാണ് ഇപ്പോഴും ഒരുപാട് പേര് വരുന്നത്. സ്റ്റേജ് 1ലോ 2ലോ വന്ന് അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കിയ ആൾക്കാർ ആരുമെന്ന് ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം പേരും എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടായിരുന്നു, ഞാനത് ചികിത്സ ചെയ്ത് മാറ്റിയതാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയാൻ ഇന്നും ധൈര്യം കാണിക്കാറില്ല. അവർ വഴിമാറി നടക്കുകയാണ്. സാധാരണ സമൂഹം കാണുന്നത് അന്തിമഘട്ടത്തിൽ രോഗാവസ്ഥയുമായിട്ട് ആശുപത്രിയിലെത്തിയ ഒരു രോഗിയുടെ മരണമാണ്. അതും സാധാരണ മരണമല്ല, കുറേയധികം ദൈന്യതകളും യാതനകളും അനുഭവിച്ചിട്ടുള്ള മരണം. ഈ ഒരു കാഴ്ച കാണുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി നമുക്ക് വല്ലാതെ ഒരു ഭയവും ഉത്കണ്ഠയും, പിന്നെയും പല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. എങ്കിലും പൊതുവിൽ അത്തരത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തോട് അല്ലെങ്കിൽ ആ ഒരു പദത്തോട് നമുക്ക് ഇത്രത്തോളം ഒരു ഭീതി ഉടലെടുക്കാനുണ്ടാകുന്ന കാരണം, പല ആശുപത്രികളിലും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. ഏതാനും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. വായ. പഴയ കാലത്ത് ബീഡി, സിഗരറ്റ്, മദ്യം തുടങ്ങിയ സാധനങ്ങൾ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഉപയോഗം കുറഞ്ഞെങ്കിലും പാൻപരാഗ് പോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗം കൂടി. പലരുടെയും ഒരു ധാരണ ചെടികളിൽ നിന്ന് കിട്ടുന്നതെല്ലാം നല്ലത്,
ലബോറട്ടറികളിലും ഫാക്ടറികളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് മോശം, ഇങ്ങനെയൊരു ധാരണ പലർക്കും ഉണ്ട്. തെറ്റാണ്. വിഷസസ്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മളീ പറയുന്ന അടയ്ക്ക, ഈ അടയ്ക്ക എടുത്ത് വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ ചുരുക്കടിക്കും. കാരണം അതിനകത്തും ഹാനികരമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള ഇത്തരം സംഗതികൾ അതുമായിട്ടുള്ള നിരന്തര സമ്പർക്കം വരുമ്പോൾ അവിടുത്തെ കോശങ്ങളുടെ രൂപം മാറും, ഭാവം മാറും. വായ്ക്കകത്ത് ക്യാൻസർ വരാൻ പുകവലിയോ പിന്നെ പാൻപരാഗോ അല്ലെങ്കിൽ മദ്യമോ മാത്രമല്ല, കേടായ കുറ്റിപ്പല്ലുകളുണ്ടെങ്കിൽ അത്തരം പല്ലുകളിൽ നാക്കോ കവളോ സ്ഥിരമായിട്ട് തട്ടുമ്പോഴത്തേക്കും അവിടെ വ്രണം വരാം. അത്തരം വ്രണങ്ങൾ ഏറെ നാളുകൾക്ക് ശേഷം അർബുദമായിട്ട് മാറും. അപ്പോൾ വായ്ക്കകത്തോ ഇങ്ങനെ ഒരു കവളിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന പാട്, വൈദ്യ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ല്യൂക്കോപ്ലേക്കി എന്നാണ്. അതിൻ്റെ അർത്ഥം തന്നെ വെളുത്ത പാട്. ല്യൂക്കോ എന്നാൽ വെളുത്തത്, പ്ലാക്ക് എന്ന് വെച്ചാൽ പാട്. ഇങ്ങനെയൊരു വെളുത്ത പാട് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു വാർണിംഗ് സൈനാണ്, ഇതൊരു അപകട സൂചനയാണ്. ഈ പാട് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷവും നിങ്ങൾ മദ്യപാനമോ പുകവലിയോ അല്ലെങ്കിൽ പാൻപരാഗോ അതുപോലുള്ള സംഗതികളുടെ ഉപയോഗം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്രമേണ അത് ചുവന്ന പാടായിട്ട് മാറും. എറിത്രോപ്ലേക്കി എന്ന് പറയും. ഇതിൽ നിന്നും പിന്നെ ക്യാൻസറിലേക്ക് വലിയ ദൂരമില്ല. അതുപോലെ സാധാരണ സംസാരിച്ചു പോകുന്നൊരു മനുഷ്യന് ഒച്ചയടപ്പ് വരുന്നു. സാധാരണ സ്വനപേടകത്തിലെ ഒരു അസുഖം വന്നാൽ, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് 5-7 ദിവസം കൊണ്ട് നമുക്ക് മാറിക്കിട്ടും. പക്ഷേ ഇത് അവിടെ നിന്ന് മാറാതെ ഒച്ചയടപ്പിങ്ങനെ സ്ഥിരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ട ഇത്രയുള്ള തൊണ്ടയ്ക്കകമൊന്ന് നോക്കുക. ഗായകർക്കും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സ്വനപേടകത്തിൽ ചെറിയ ചെറിയ മുഴകൾ, നൊഡ്യൂൾസ് വരാറുണ്ട്. നമ്മളതിനെ ടീച്ചേഴ്സ് നൊഡ്യൂൾ അല്ലെങ്കിൽ സിംഗേഴ്സ് നൊഡ്യൂൾ എന്ന് പറയും. അത് നിരുപദ്രവകാരിയായിട്ടൊരു സാധനമാണ്. അതിനെ തോണ്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശബ്ദം നേരെയാകും. പക്ഷേ അതല്ലാതെയുള്ള ഒച്ചയടപ്പ്, തൊണ്ടയ്ക്കിലെ എന്തോ ഒരു ഫോറിൻ ബോഡി, എന്തോ ഒരു ബാഹ്യവസ്തു ഇരിക്കുന്നത് പോലെയുള്ള ചില ഒരു തോന്നലൊക്കെ വരുമ്പോഴും ആൾക്കാർ ഇതും വെച്ചുകൊണ്ടൊരു പോക്ക് പോകും, എങ്ങും കാണിക്കുകയില്ല. അതുപോലെ തന്നെ മാറിടം. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി മുതിർന്ന ഒരു സ്ത്രീ, മുതിർന്ന ഒരു പുരുഷനായിട്ട് മാറാൻ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലൈംഗിക ഹോർമോണുകളാണ്. ഒരു ഭ്രൂണം നമ്മൾ നോക്കി നോക്കി എത്രയോ ദ്രുതഗതിയിലാണോ വളരുന്നത്, അതുപോലെയൊരു വളർച്ച ജീവിതത്തിൽ ഇനി ഒരിക്കൽ കൂടെ സാധ്യമാണ്. ആ പ്രായത്തിൻ്റെ പേരാണ് കൗമാരം. അവിടെ ഈ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണം ആര് എന്ന് ചോദിച്ചാൽ ലൈംഗിക ഹോർമോണുകൾ. അത്തരം ഹോർമോണുകളുടെ രാസഘടന എന്ന് പറയുന്നത് സ്റ്റീറോയിഡ്സ് ആണ്. സ്റ്റീറോയിഡുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ഇത്രയേ ഉള്ളൂ, കോശ വളർച്ചയെ കൂട്ടുക. മാരടവും ഗർഭപാത്രത്തിലെയും കോശങ്ങൾ ദ്രുതഗതിയിൽ വളരുന്നത് കൊണ്ടാണ് നമ്മളൊരു സ്ത്രീയായിട്ട്, ഒരു മുതിർന്ന സ്ത്രീയായിട്ട് മാറുന്നത്. ആൺകുട്ടികളെ സംബന്ധിച്ചുള്ള മാംസപേശികൾ കരുത്തുറ്റതാവുന്നതും നീളം വർദ്ധിക്കുന്നതും ലൈംഗിക അവയവങ്ങളുടെ വലിപ്പം കൂടുന്നതുമെല്ലാം ഇതേ പ്രക്രിയ തന്നെയാണ്. ഇതേ സെക്സ് ഹോർമോൺസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. പക്ഷേ ഈ കോശങ്ങളുടെ എണ്ണം കൂട്ടുക എന്ന പരിപാടി അവിടെ നടക്കുമ്പോൾ അതുമൂലം ആവശ്യമില്ലാത്ത ചില സാധനങ്ങളും അവിടെ ഉണ്ടാവാം. പലപ്പോഴും മാറിടത്തിൽ നിരുപദ്രവകാരികളായിട്ടുള്ള ഫൈബ്രോ അഡിനോമ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നിരുപദ്രവകാരികളായിട്ടുള്ള കുറച്ച് സംഗതികളുണ്ട്. ഇങ്ങനെയുള്ള ചില സംഗതികൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും പെരിഫറികളിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ പലപ്പോഴും പരിശോധിച്ച് പോലും നോക്കാതെ ചിലർ പറയും ഇത് കുഴപ്പമില്ല, ഇത് ഫൈബ്രോ അഡിനോമ, ഇത് കുഴപ്പമില്ല എന്ന് പറയും. രോഗി ആ വാക്കും കേട്ട് ആ വഴിക്ക് പോകും. പക്ഷേ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയോ മെഡിക്കൽ കോളേജുകളിലെ ടീച്ചിങ് അങ്ങനെയല്ല. നിങ്ങൾ തടവി നോക്കുമ്പോൾ സാധാരണ കൈകളിൽ നിന്ന് തെന്നി മാറും. നിരുപദ്രവകാരികളായ മുഴകളാണെങ്കിൽ തെന്നി മാറും, അത്ര കണ്ട് കട്ടി ഉണ്ടാവില്ല. ഇത് തെന്നി മാറാതെ അവിടെ തന്നെ ഏതാണ്ട് ഉറച്ചിരിക്കുന്നത് പോലെ
കുറച്ചുകൂടെ കട്ടിയുണ്ട്, എന്നാൽ വേദന ഒട്ടുമില്ല. അപ്പോഴേ തന്നെ നോക്കുന്ന വൈദ്യന് മനസ്സിലാകും ഇത് പ്രശ്നമുള്ളതാണോ അല്ലയോ. പക്ഷെ അപ്പോഴൊരു അഭിപ്രായം പറയുകയില്ല. അതിന് പിന്നോടിയായിട്ട് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം, 35 വയസ്സിന് മുകളിലാണെങ്കിൽ മാമോഗ്രാഫി ചെയ്ത് നോക്കാം. എന്തായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു സൂചി അങ്ങോട്ടിടുക, അല്പം കോശങ്ങളെ വലിച്ചെടുത്ത് നോക്കുക, മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കുക. പ്രശ്നമുള്ളതാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇല്ല. എന്നാൽ ഇത്രയും ഈ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികൾ പലയിടത്തും കാണാറില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിടും. മാത്രമല്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും സെൽഫ് പാൽപേഷൻ, സ്വയം സ്തനപരിശോധന എങ്ങനെ ചെയ്യാം, എവിടെയൊക്കെ നോക്കണം, എന്ത് ചെയ്യണം. ഇന്ന് നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരിൽ, അതിൽ തന്നെ സ്ത്രീജനങ്ങളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുകയെ, എങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടത്? ആർക്കും അറിയില്ല. കാരണം സാധാരണക്കാരുടെ ഇടയിൽ അവർ കൂട്ടം കൂടിയിരിക്കുമ്പോഴത്തേക്ക് അവരുടെ സബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള വിഷയം എന്തായിരിക്കും? ടിപ്പിക്കൽ നമ്മൾ ഈ പറയുന്ന പോലെ കൊതി, നുണ, കുശുമ്പ്, പരദൂഷണം, അതുപോലുള്ള കാര്യങ്ങൾ, മറ്റൊരാളുടെ വസ്ത്രം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട്ടുകാര്യങ്ങൾ, ഇത്രയൊക്കെ ഉള്ളൂ. പ്രയോജനപ്രദമായിട്ടുള്ള ഏതെങ്കിലും കാര്യം നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ബിവറേജിൽ നിന്നും കുപ്പിയെടുക്കാം, എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മദ്യം കഴിക്കാം, എങ്ങനെ ഓഫാകാം. വൈകുന്നേരങ്ങളിൽ ഏത് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും ഒരുവിധം ബോധമുള്ളവർക്ക് മനം പുരട്ടൽ ഉളവാക്കുന്ന, ഛർദ്ദിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കുറേ പരമ്പരകളാണ് ടി വിയിൽ കാണിക്കുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ വളരുന്ന ഒരു സമൂഹത്തിൽ എത്രത്തോളം ശാസ്ത്ര അവബോധമുണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുക. അതുപോലെ വൻകുടലിനകത്ത് അർബുദം വരുമ്പോഴത്തേക്ക് പോകുന്ന മലത്തിൻ്റെ ആകൃതിയിൽ മാറ്റം വരും. കുറച്ചും കൂടി ഈ വളർച്ച വലുതായി കഴിഞ്ഞാൽ മലം എന്ന് പറയുന്നതിനെ കടന്നു പോകാൻ അത് അനുവദിക്കുകയില്ല. അപ്പോൾ ഏതാനും ദിവസം ശോധനയില്ലായ്മ, അത് കഴിയുമ്പോൾ ബാക്ടീരിയയുടെ ആക്ടിവിറ്റി മൂലം ഇതെല്ലാം കൂടി ഇളകി പറഞ്ഞിട്ട് ഒരു വയറിളക്കം പോലെ പോവുക, വീണ്ടും ഏതാനും ദിവസം ശോധനയില്ലായ്മ, വീണ്ടും വയറിളക്കം, ചിലപ്പോൾ രക്തമയം കാണാം. അപ്പോഴൊക്കെ നമ്മുടെ ആൾക്കാർ അതിനെ വിളിക്കുന്നൊരു ഓമന പേരുണ്ട്, ഗ്യാസ്. അവർ എങ്ങനെയോ സമൂഹത്തിൽ വേരുറച്ചു പോയ ചില പദങ്ങളാണ്. വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അതിനൊരു പേര് പറയും, ഗ്യാസ്. നെഞ്ചുവേദന വന്നാൽ, ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും ആശുപത്രിയിൽ നിന്ന് ECG എടുക്കാൻ നേരത്തെ അവർ പറയും, ഇല്ല, ഇത് വെറും ഗ്യാസ്. നമ്മളെക്കാളും കൂടുതൽ ബോധമാണ് രോഗികൾക്ക്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക ജനത്തിൻ്റെ നിലവാരം എത്രയുണ്ട്. അതുപോലെ നമ്മുടെ ദേഹത്ത് കാണുന്ന കാക്കപ്പുള്ളികൾ അത് വലുതാവുകയോ അതിൻ്റെ അരികുകൾ ക്രമരഹിതമാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മെലനോമ എന്ന് പറയുന്ന, മാലിഗ്നൻ്റ് മെലനോമ എന്ന് പറയുന്ന തൊലിപ്പുറത്ത് വരുന്ന ട്യൂമർ കുറച്ച് കഴിയുമ്പോൾ അത് പൊറ്റ പോലെയാവും, അതിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവും. ഈ സമയത്തൊക്കെ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കും. ഏറ്റവും എളുപ്പത്തിൽ വേറൊരു സംഗതിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. അത് നമ്മൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഒരു വീക്കമുണ്ടെങ്കിൽ നമ്മൾ തുപ്പൽ വിഴുങ്ങുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി മുമ്പോട്ടും താഴ്പോട്ടും സഞ്ചരിക്കും. അപ്പോൾ അവിടെ ഒരു വീക്കമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നം ഉള്ളതാണോ അല്ലയോ എന്ന് പോലും പരിശോധിച്ച് അതൊന്ന് മനസ്സിലാക്കാനുള്ള അത്തരം കാര്യങ്ങൾക്ക് മെനക്കെടാൻ ഇന്നും മലയാളി തയ്യാറല്ല. ഈ മെനക്കെടാൻ തയ്യാറാകാത്തതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത്, ബാക്കി കാണണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള അർബുദ ചികിത്സകൾക്ക് കൊടുക്കുന്ന ആതുരാലയങ്ങളിൽ ചെന്നാൽ മനസ്സിലാകും. സാമ്പത്തികമായിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകളൊന്നുമില്ല. വീട് പണയത്തിൽ ആകെക്കൂടി അസുഖത്തിനെ പറ്റിയിട്ടുള്ള ഭയവും അതിന് വരുന്ന ചെലവും എല്ലാം കൂടി ചേർന്ന് മനുഷ്യൻ മറ്റൊരാളായി മാറുന്ന അവസ്ഥ. അപ്പോൾ യഥാർത്ഥ രീതിയിലുള്ള ശാസ്ത്ര അവബോധം എന്ന് പറയുന്നത് ആർജിക്കുന്നതിന് പകരം പലപ്പോഴും പലരും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത് ശരിയാണെന്ന് ധരിക്കുന്നവരാണ് നമ്മുടെ ആൾക്കാർ. കഴിഞ്ഞ ദിവസം OPയിൽ വന്ന ഒരു 56 വയസ്സുള്ള സ്ത്രീ, മാറിടത്തിലെ അർബുദം വന്ന് എല്ലുകളിലേക്ക് വ്യാപിച്ചപ്പോഴത്തേക്കാണ് അവർ ചികിത്സയ്ക്ക് വരുന്നത്. ആദ്യമൊക്കെ അവർക്ക് കീമോ എടുക്കുന്നതിന് വല്ലാത്ത വിമുഖതയായിരുന്നു. ചോദിച്ചപ്പം എന്തുകൊണ്ടാണ് വിമുഖത എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, മുടി പോകും.
ഞാൻ പോക്കറ്റിൽ കിടന്ന ഒരു 10-ൻ്റെ നോട്ടെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു, അതിലെ പടം ഒന്ന് നോക്കൂ. അതിലൊരാളുടെ പടമുണ്ട്, രാഷ്ട്രപിതാവിൻ്റെ പടമുണ്ട്. ആ രാഷ്ട്രപിതാവിൻ്റെ തലയിൽ മുടിയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പം മുടിയില്ലാത്തൊരാളുടെ തല നമുക്ക് നോട്ടിൽ അച്ചടിക്കാമെങ്കിൽ മുടി കൊണ്ടാണോ മനുഷ്യൻ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഇത്തരം ചില ചോദ്യങ്ങളാണ് ആൾക്കാരെ ഉണർത്തുന്നത്. ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ അറിയണം ക്യാൻസറിൻ്റെ ചികിത്സ എന്താണ്. ക്യാൻസറിന് 3 രീതിയിലുള്ള സാധനങ്ങൾ ആണ് ചികിത്സയായിട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ശസ്ത്രക്രിയയുണ്ട്, അതിനകത്ത് രാസചികിത്സ കീമോ ഉണ്ട്, അണുവികിരണ ചികിത്സ റേഡിയേഷനുണ്ട്. ശസ്ത്രക്രിയ എന്ന് പറയുന്നത് പലപ്പോഴും ആരംഭഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ ഈ പറയുന്ന ട്യൂമറിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലാണ് എങ്കിൽ കീമോയോ റേഡിയേഷനോ കൊടുത്തിട്ട് ഇതിൻ്റെ സൈസിനെ ഒന്ന് ചുരുക്കിയതിന് ശേഷം ശസ്ത്രക്രിയ ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. നമുക്ക് ഭയം വരുന്നത് അവിടെയല്ല, കീമോ എന്ന പദം കേൾക്കുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ കീമോ തെറാപ്യൂട്ടിക് ഏജൻറ്റ്, അതിനെയാണ് ഈ ചുരുക്കിയ ആൾക്കാർ കീമോ എന്ന് പറയുന്നത്. ബാക്ടീരിയങ്ങളെ നശിപ്പിക്കുവാൻ കൊടുക്കുന്ന മരുന്നിന് ആൻറ്റിബയോട്ടിക് എന്ന് പേര് പറയുമെങ്കിൽ അതിദ്രുതം പെരുകുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാൻ കൊടുക്കുന്ന മരുന്നിന് പറഞ്ഞിരിക്കുന്ന പേരാണ് കീമോതെറാപ്യൂട്ടിക് ഏജൻറ്റ് അഥവാ ചുരുക്കി കീമോ. അതിദ്രുതം പെരുകുന്ന കോശങ്ങളെ നശിപ്പിക്കാൻ കൊടുക്കുന്ന ഈ മരുന്ന് അവയെ നശിപ്പിക്കുന്നതോടൊപ്പം അതേ ദ്രുതഗതിയിൽ ശരീരത്തിൽ പെരുകുന്ന വേറെ ചില ആൾക്കാർക്കും കൂടെ ചെറിയ തട്ടുകേട് കൊടുക്കും. ഇപ്പം നമ്മുടെ മുടി നമ്മൾ രാവിലെയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞൊന്ന് കൈയൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക? കുറ്റി തട്ടും അല്ലേ? മുടി വളർന്നുകൊണ്ടേയിരിക്കുന്നൊരു സാധനമാണ്. വായ്ക്കകത്തൊക്കെ കാണുന്ന ഉൾച്ചർമ്മം, അവിടെ ഓരോ ചവയ്ക്കലിലും കുറേ കോശങ്ങൾ ഇളകി പോകുന്നുണ്ട്, പുതിയത് അവിടെ കിളിത്തുകൊണ്ടേയിരിക്കണം. ആ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ മജ്ജ, ചുവന്ന രക്തമാണോ വെളുത്ത രക്തമാണോ പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനെ അവിടെയും ഉൽപ്പാദനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അതിദ്രുതം പെരുകുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നുകൾ ഏതാണ്ട് അതേ രീതിയിൽ പെരുകുന്ന ശരീരത്തിൽ ഇത്തരം സാധനങ്ങൾക്ക് ചെറിയ തട്ടുകേട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കീമോ കൊടുക്കുമ്പോൾ അല്പം മുടി പൊഴിയുന്നത്, വായിൽ തൊലി പോകുന്നത്, കൗണ്ട് കുറയുന്നത്. പക്ഷേ ഇത്തരം സംഗതികൾ നിർത്തിക്കഴിയുമ്പോൾ മുടി വീണ്ടും പഴയതുപോലെ വളരുകയും വായ്ക്കകത്ത് വ്രണങ്ങൾ, തൊലി പോകലെല്ലാം അപ്രത്യക്ഷമാവുകയും കൗണ്ട് നോർമലാവുകയും ചെയ്യും. അസുഖം ഭേദമാകണം എന്നതിനേക്കാൾ ഏറെ മനുഷ്യ മനസ്സുകളിൽ തീവ്രമായിട്ട് നിൽക്കുന്നത് മുടി പൊഴിയും. ആ ധാരണയാണ് നമ്മൾ മാറ്റിക്കൊടുക്കേണ്ടത്. കാരണം മുടി കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്. മാത്രമല്ല ഇത്തരം സംഗതികൾ നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ നമുക്ക് വരാം. നമ്മൾ മരിച്ചു പോകുമ്പോഴത്തേക്ക് തലയിൽ മുടിയുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ സിനിമാ നടി ശ്രീവിദ്യയ്ക്കും ഇത് തന്നെയായിരുന്നു. മാരടത്തിൽ അർബുദം വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, മുടി പോയ ശ്രീവിദ്യയെ കാണാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർ ചികിത്സ നിരസിച്ചു. ഇത് എല്ലുകളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ എല്ലുകളുടെ ഈ ഒരു വേദന, അതിൻ്റെ പൊട്ടൽ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവർ പുട്ടപർത്തിയിലേക്ക് പോയി. അവർ കാണാൻ പോയ അവതാരം അതിനേക്കാളും വലിയ രോഗാവസ്ഥയിൽ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ബാഹ്യമായ മോടികൾക്ക് നമ്മൾ വല്ലാതെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. മലയാളി കുളിച്ച് ഒരുങ്ങി വൃത്തിയായി വെടിപ്പായി വെളിയിലേക്ക് പോകുന്നതിന് ഏതാണ്ട് 25 തൊട്ട് 40 രൂപ വരെ ചിലവ് വരുമെന്നൊക്കെയാണ് നാറ്റ്പാക്കിൻ്റെ പഠനം. നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ, എണ്ണ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അത് സ്ത്രീജനങ്ങളിലേക്ക് വരുമ്പോൾ സൗന്ദര്യ സംവർദ്ധക സാധനങ്ങൾ കുറച്ചുകൂടി കൂടും. അപ്പം അത്തരം ബാഹ്യമോടികളിൽ വീണു പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സിനിമകളിൽ, സീരിയലുകളിൽ യഥാർത്ഥ നിറമുള്ളവർ, ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്ന ഈ രാജ്യത്തെ യഥാർത്ഥ നിറമുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
2 ഇഞ്ച് കനത്തിൽ മേക്കപ്പൊക്കെ ഇട്ട് ഇവരെല്ലാം പാശ്ചാത്യരെ വെല്ലുന്ന രീതിയിലുള്ള തൊലിയാക്കിയതിന് ശേഷമേ കാണിക്കാറുള്ളൂ. ഇതൊക്കെ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. റേഡിയേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറുത്തു പോകും, കീമോ എടുത്തു കഴിഞ്ഞാൽ മുടി പോകും, അത്തരം ബാഹ്യമോടികളിലെല്ലാം നമ്മൾ വിചാരിക്കും. അതുപോലെ റേഡിയേഷൻ, അണുവികിരണം കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ക്യാൻസർ കോശങ്ങൾ അവിടെ നശിച്ചു പോകും. അപ്പോൾ ചിലതരം അസുഖങ്ങളിൽ ഇത് മൂന്നും, ശസ്ത്രക്രിയ, കീമോ, റേഡിയേഷൻ, ഇത് മൂന്നും ഉപയോഗിക്കാറുണ്ട്. രക്താർബുദം പോലുള്ള ചില അവസ്ഥകളിൽ കീമോയാണ് പ്രധാന ചികിത്സ. ഒരു പക്ഷേ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ ചെയ്യാവുന്ന ഇടങ്ങളിൽ അത് ചെയ്യും. ഗർഭനാളത്തിൽ വരുന്ന ക്യാൻസറുകൾ ഏർലി സ്റ്റേജിൽ ചിലതിൽ റേഡിയേഷൻ മാത്രം മതിയാകും. അപ്പോൾ ഒന്നുകിൽ ഇത് മൂന്നും കൂടി ചേർന്നിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 2 എണ്ണമോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം, അത് രോഗാവസ്ഥയും അതിൻ്റെ തരംതിരിക്കലുകൾ ഗ്രേഡിങ്ങും അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നു മാത്രം. ഇനി അവിടെ നിന്ന് മാറി ആധുനിക രീതിയിലേക്ക് കുറച്ചുകൂടി കാലം പുരോഗമിച്ചപ്പോൾ പുതുതായിട്ടുണ്ടായ നൂതനമായ ചികിത്സാ രീതികളെന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് കീമോതെറാപ്പി എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു അതിദ്രുതം പെരുകുന്ന കോശങ്ങളെ നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്ന് അതേ രീതിയിൽ കോശവിഭജനം നടത്തുന്ന ശരീരത്തിലെ മറ്റ് കലകളെ ബാധിക്കാറുണ്ട്. പക്ഷേ ടാർഗറ്റഡ് കീമോതെറാപ്പിയിൽ ട്യൂമർ കോശങ്ങളെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. മുടി പൊഴിച്ചിലോ വായിൽ തൊലി പോകലോ അല്ലെങ്കിൽ ബ്ലഡിലെ കൗണ്ട് കുറയലോ അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ല. വില കൂടുതലാണ് എന്ന് മാത്രം. എന്തുകൊണ്ട് വില കൂടുന്നു എന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിച്ചത് നമ്മളാരുമല്ല, പാശ്ചാത്യ ലോകത്തുനിന്നാണ്. ഗവേഷണങ്ങൾക്ക് ഒരുപാട് തുക ചിലവാകും. നമ്മുടെ രാജ്യത്ത് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇവിടെ ഇല്ല. കൊള്ളാവുന്ന ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്നൊക്കെ പറയത്തക്ക അത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുമില്ല. അപ്പോൾ ഗവേഷണത്തിന് ചിലവായ തുക അവർ തുടക്കത്തിലെ തിരിച്ചു പിടിക്കും. അതുകൊണ്ടാണ് അത്തരം മരുന്നുകളിലെ ചിലവ് വല്ലാതെ കൂടുന്നത്. എങ്കിലും ടാർഗറ്റഡ് കീമോതെറാപ്പി ഏറ്റവും പുതുതായിട്ട് വന്ന സാധനങ്ങളൊന്നാണ്. അതുപോലെ ഹോർമോണുകൾ ഉപയോഗിച്ചുള്ളൊരു ചികിത്സയുണ്ട്. മാരടത്തിലൊക്കെ സ്ത്രൈണ ഹോർമോണുകൾ അവ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് കൂടുതൽ കോശങ്ങൾ പെരുക്കാൻ അവയെ കൊണ്ട് സാധിക്കും. അപ്പോൾ അത്തരം ഹോർമോണുകൾക്കെതിരായിട്ട് അവയുടെ പ്രവർത്തനത്തെ തടയുന്ന മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഗർഭാശയമുഖത്ത് ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയൊരു ഘടകമെന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഒരുതരം വിഷാണുവാണ്. നിരവധി ആൾക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ വളരെ നേരത്തെയുള്ള ലൈംഗിക ബന്ധം തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭനാളത്തിലെ ക്യാൻസർ വരാം, ഗർഭാശയമുഖം എന്ന് വേണമെങ്കിൽ പറയാം. ആ പാപ്പിലോമ വൈറസിനെ നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പാപ്പിലോമ വാക്സിൻ ഇറങ്ങിയിട്ടുണ്ട്. അത് അങ്ങേയറ്റം ഫലപ്രദമാണ്. അതുപോലെ മൂലകോശങ്ങൾ, സ്റ്റെം സെൽസ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതി. പലപ്പോഴും രോഗപ്രതിരോധ വ്യവസ്ഥയെന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരു ഒറ്റ പദമേ പറയാറുള്ളൂ. രോഗപ്രതിരോധ വ്യവസ്ഥയിൽ വെളുത്ത രക്താണുക്കളാണ് ശരിക്കും പ്രതിരോധ ഭടന്മാരെന്ന് പറയുന്നത്. അവർ തന്നെ വീണ്ടും 5 തരമുണ്ട്. അപ്പം അത്തരം വെളുത്ത രക്താണുക്കളിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണോ, ആൻറ്റിബോഡി അഥവാ പ്രതിരവ്യം, അവ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ അത്തരം കോശങ്ങളെ തന്നെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ഒരു രോഗിയിലേക്ക് നമ്മൾ കുത്തിവെക്കുന്നു. അതോടുകൂടി അയാളുടെ രോഗപ്രതിരോധ വ്യവസ്ഥ കരുത്താർജിച്ചതിന് ശേഷം ഇത്തരം സംഗതികളെ തുടച്ചു നിൽക്കുന്നു. നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, അതുപോലെ നാനോ റോബോട്ടുകൾ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ അത്ര രീതിയിലുള്ള കുഞ്ഞു യന്ത്ര മനുഷ്യന്മാരെ അകത്തേക്ക് കടത്തി വിടുന്നു. പല ക്യാൻസർ ബാധിച്ച ഏരിയകളെയും അവർ ക്ലിയർ ചെയ്ത് തരുന്നു. ലേസർ രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് വെച്ചാൽ ഒരു ക്ലോണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്നും ഉണ്ടായി വരുന്ന പ്രതിദ്രവ്യം, ആൻറ്റിബോഡീസ്, ഇത്തരം സാധനങ്ങൾ കൊടുക്കൽ. അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന ചികിത്സയിൽ നിന്നും മാറി ഓരോ കാലഘട്ടത്തിലും സയൻസിൻ്റെ വികാസത്തിനനുസരിച്ചിട്ടുള്ള പുതിയ രീതികൾ മുന്നോട്ട് വരുന്നു. ചികിത്സ പഴയതുപോലെയല്ല, കൂടുതൽ കാര്യങ്ങളെ നമ്മൾ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു. ഇതാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിലവിലുള്ള സിനാരിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും 10% ക്യാൻസറുകളെ നമുക്ക് ഒരു രീതിയിലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്.
വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമായി ആണ്. എങ്കിൽ പോലും സയൻസ് വെറുതെ ഇരിക്കുന്ന ഒരു സംഭവമല്ല. ഇതിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ രീതിയിൽ ഗവേഷണങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ നമുക്ക് വരുന്നതും അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാതിരുന്ന പല സംഗതികളും നമുക്ക് ഇന്ന് കീഴ്പ്പെടുത്താനാവുന്നത്. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നും ജനത്തിന് ക്യാൻസർ ഫോബിയ, ഈ പദം കേൾക്കുമ്പോഴുണ്ടാകുന്ന ഈ ഒരു അമ്പരപ്പ്, അന്ധാളിപ്പ്, ഇതിനോടുള്ള എന്താ പറയുക, ഒരു വല്ലാത്തൊരു മനോഭാവം, ഇതൊക്കെ എന്തുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മൾ ചുറ്റിനും ഒന്ന് നോക്കിയാൽ മതി. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ആരോഗ്യ മാസികകൾ, ഏറ്റവും അധികം അനാരോഗ്യം വിളമ്പുന്നത് ഇത്തരം ആരോഗ്യ മാസികകളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ആരോഗ്യ മാസിക എന്നെ വിളിച്ചിട്ടൊരു ലേഖനം തരണമെന്ന് പറഞ്ഞു. ഞാൻ ആ ജോലി തിരക്ക് മൂലം കുറേയൊക്കെ ഒഴിഞ്ഞു മാറി. അവസാനം ഇവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ മരുന്നുകളും പാർശ്വഫലങ്ങളും അത് വെച്ചിട്ട് ഒരു ലേഖനം അയച്ചു കൊടുത്തു. പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ സിനിമാ ഡയലോഗ്, ജഗതിയുടെ ആ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. ഇത് എൻ്റെ ഗർഭമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന അതേ ഡയലോഗ്. കാരണം നമ്മളെന്താണോ എഴുതി അയച്ചത് അതിനെ വെട്ടി എന്തൊക്കെ രീതിയിൽ രൂപം മാറ്റി നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ ലേഖനം അച്ചടിച്ച് വരുന്നത്. അതിനകത്ത് ഞാൻ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം, തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന പാർശ്വഫലങ്ങൾ എന്ന് പറയുന്ന വസ്തുതയെ പെരുപ്പിച്ച് കാണിച്ചിട്ടാണ് സമാന്തര രീതികളെന്ന് അവകാശപ്പെടുന്നവരും മറ്റ് തട്ടിപ്പുകാരും ഒക്കെ പച്ച പിടിക്കുന്നത്. നമ്മുടെ വൃക്കയിൽ, ഒരു വൃക്കയിൽ 1.5 ദശലക്ഷം നെഫ്രോണുകൾ, അടിസ്ഥാനപരമായിട്ടുള്ള കോശങ്ങളുണ്ട് ഒരു വൃക്കയിൽ. ജീവിക്കാൻ 1 മതി എങ്കിൽ നമുക്ക് 2 ഉണ്ട്. ഒരു ഗുളിക കഴിക്കുമ്പോൾ ഒരു നെഫ്രോൺ, 1.5 ദശലക്ഷത്തിൽ ഒരു നെഫ്രോൺ നശിച്ചു പോയാൽ അപ്പോഴും സയൻസ് എഴുതി വയ്ക്കും ഈ മരുന്ന് നെഫ്രോടോക്സിക്, ഉറക്കയ്ക്ക് ഹാനികരം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. 1.5 ദശലക്ഷത്തിൽ ഒരെണ്ണം നശിച്ചു പോകുമ്പോഴും സയൻസ് അങ്ങനെ എഴുതി വയ്ക്കാറുള്ളൂ. ഇത് കണ്ടിട്ടാണ് കുറച്ച് പ്രകൃതി ചികിത്സകർ ഈ പുസ്തകം എടുത്തിട്ട്, കണ്ടില്ലേ ഇത് കഴിച്ചാൽ കരൾ പോകും, വൃക്ക പോകും, തലച്ചോറ് പോകും, ഈ രീതിയിൽ കുറച്ച് കുപ്രചരണങ്ങൾ. നമ്മുടെ ജനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതേ വിശ്വസിക്കൂ. ഇത്തരം ആൾക്കാർ ഇതുപോലെയുള്ള ചില അജണ്ടകളുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതേ വിശ്വസിക്കൂ. പിന്നെ ജനത്തെ വിശ്വസിപ്പിക്കാൻ വേറെ ചില സെലിബ്രിറ്റീസ് ഉണ്ട്. അതിൽ ഭരണാധികാരികളുണ്ട്, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരുണ്ട്, കലാരംഗത്ത് നിൽക്കുന്നവരുണ്ട്. ഇവരൊക്കെ അവരവരുടെ മേഖലകളിൽ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടാണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ അല്ല, അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവരങ്ങ് പറയുകയാണ്. ഇതൊക്കെ കഴിച്ചാൽ ഇങ്ങനെയൊക്കെയാണ്, ഇതിന് ചികിത്സ എന്ന് പറയുന്നത് ചെയ്താൽ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരും, എന്തൊക്കെയോ ചില അറ്റവും മൂലയൊക്കെ കണ്ടിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ. അതുകൊണ്ട് പറ്റുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥ ചികിത്സയിൽ നിന്നും ജനം വഴിമാറിപ്പോകും. ആരംഭഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു ക്യാൻസർ ചികിത്സിച്ച് 100% ഭേദമാക്കുമ്പോഴും ആശുപത്രിയിൽ പറയും ഫോളോ അപ്പ് അഥവാ തുടർ പരിശോധനകൾക്ക് വരണം. കാരണം അസുഖം ഭേദമായി കഴിഞ്ഞാലും പിന്നീടുള്ള 5 തൊട്ട് 7 വർഷം വരെയുള്ളൊരു കാലയളവ്, അവിടെ അത് നിർണായകമാണ്. ക്യാൻസർ കോശങ്ങളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കോശം തന്നെ വേണമെന്നില്ല ഈ അസുഖം ഉണ്ടാക്കാൻ. നമ്മൾ ചില കാട്ടുചെടികളുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെ പിച്ചി വലിച്ച് നുള്ളി നശിപ്പിച്ച് കളഞ്ഞാലും അത് വീണ്ടും കിളിർക്കും. അങ്ങനെ കിളിർക്കുന്ന ചില ചെടികളുണ്ട്. അതുപോലെ ഇത്തരം കോശങ്ങളുടെ ഒരു കോശഭാഗം, ഒരു DNA ഒരു ഭാഗം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വീണ്ടും ഇതുപോലെ ആവാനൊരു ശേഷിയുണ്ട്. ക്യാൻസർ കോശങ്ങൾ അറിയപ്പെടുന്ന ചിരഞ്ജീവികളെന്നാണ്, മരണമില്ലാത്തവർ എന്നാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ എവിടെയെങ്കിലും ഒരു പൊട്ടോ പൊടിയോ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോളോ അപ്പ്. പലപ്പോഴും പെറ്റ് സ്കാൻ ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ രീതികളിൽ പോലും ഏതാനും ചില ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്കതിനെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പോൾ 5 തൊട്ട് 7 വർഷം വരെയുള്ള ഈ ഒരു ഫോളോ അപ്പ്, RCCയിലൊക്കെ ചെന്നാൽ ഇത്രയും രോഗികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും രോഗികളുണ്ടോ? അതിൽ നല്ലൊരു ശതമാനം തുടർ ചികിത്സയ്ക്ക്, തുടർ പരിശോധനകൾക്ക് വരുന്നവരാണ്. അവർ രോഗം ഭേദമായ ആൾക്കാരാണ്. അല്ല, നമ്മൾ എല്ലാവരെയും രോഗികളായിട്ട് കാണേണ്ട കാര്യമില്ല.
ആ പീരീഡിൽ പോലും മര്യാദയ്ക്ക് ഫോളോ അപ്പ് നടത്താതെ, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ശരിക്കുള്ള ചികിത്സയൊന്നും ആ സിനിമാ താരം പോലും വഴിമാറിപ്പോയി. തൊണ്ടയിൽ വന്ന ക്യാൻസർ എന്ന് പറയുന്നത് അതിനെ ഒതുക്കി കൊണ്ടുവന്ന സമയത്ത് ഓക്കെ അത് ചെയ്തതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ മുടക്കിക്കിട്ട് ഇതുപോലെയുള്ള ഉള്ളാത്ത ലക്ഷ്മി തരൂ തേടിപ്പോയി. ശ്വാസകോശത്തിലേക്ക് അസുഖം പടർന്നു കയറിയതിന് ശേഷമാണ് വീണ്ടും ആശുപത്രിയിൽ വരുന്നത്. അപ്പോഴേക്കും അത് സ്റ്റേജ് 4 ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തട്ടിപ്പുകാരുടെ കെണിയിൽ നമ്മൾ വീണു പോകുന്നുണ്ടാണ്. അവിടെ വീണു പോകാനുള്ള കാരണം നമ്മളുടെ അജ്ഞതയാണ്. ഏതൊരു ചെടിയിലും ഏതൊരു ഫലവർഗത്തിലും കുറച്ച് സാധനങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ചെടികൾ വളരണമെങ്കിൽ ചെടികളിലുള്ള സ്റ്റിറോയിഡ്സ്, പ്ലാന്റ് സ്റ്റിറോയിഡ്സ്, അതുമൂലമാണ് ചെടികൾ വളരുക. ചെടികളുടെ ഫലങ്ങൾ, ഫ്രൂട്ട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെന്താണ് മാംസളമായ ഭാഗം, ഓക്കെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ കഴിക്കാവുന്ന സാധനം. അവിടെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് കുറച്ച് വൈറ്റമിനുകളുണ്ട്, ഫൈറ്റോ ഫ്ലേവനോയിഡ്സ്, ചെടികളിൽ കാണുന്ന ഫ്ലേവനോയിഡുകൾ, ചില രാസഘടകങ്ങൾ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 സംഗതികൾ പറയാൻ സാധിക്കും. ഇവരെ എല്ലാത്തിനെയും ഇവർ പൊക്കി കാണിക്കുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് എന്നൊരു പേരും പറയാറുണ്ട്. ഒരിക്കലും സാധാരണ ജനത്തിന് അറിയില്ല എന്താണ് ഈ സംഭവമെന്ന്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ദഹന വ്യവസ്ഥയിൽ ഭക്ഷണം ദഹിച്ചതിന് ശേഷം അതിലെ ഘടകങ്ങൾ വലിച്ചെടുത്ത് ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില രാസപദാർത്ഥങ്ങൾ, ചാർജുള്ള കണങ്ങളെ നമുക്ക് ഫ്രീ റാഡിക്കലുകൾ എന്ന് പറയാം. ഏറ്റവും ഒരു മനസ്സിൽ വരുന്നൊരു ഉദാഹരണം, ആശുപത്രിയിൽ നമ്മൾ ചെല്ലുമ്പോൾ മുറിവ് കഴുകാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ്, അത് മുറിവിൽ ഒഴിക്കുമ്പോഴത്തേക്ക് പതഞ്ഞു പൊങ്ങുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതേ സാധനം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ഉപാപചയ പ്രവർത്തനം നടക്കുമ്പോൾ. സൂപ്പർ ഓക്സൈഡുകൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം ഫ്രീ റാഡിക്കലുകൾ, ചാർജുള്ള ഇത്തരം കണങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോശങ്ങളുടെ നാശത്തിന് കാരണമാകും. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഫ്രീ റാഡിക്കലുകളുടെ ആക്രമണത്തെ ചെറുക്കുവാൻ വേണ്ടിയിട്ടും വേറെ ചില സാധനങ്ങൾ ശരീരത്തിലുണ്ട്. അതിലൊന്നാണ് വൈറ്റമിനുകൾ, ജീവകം എന്ന് നമുക്ക് പറയാവുന്നത്. ACE, ഇതിന് നമുക്ക് ഒരു ചുരുക്കപ്പേരിൽ എയ്സ് എന്ന് പറയാം. വൈറ്റമിൻ A, വൈറ്റമിൻ C, വൈറ്റമിൻ E, ഇവ 3 ശക്തിയേറിയ നിരോക്സീകാരികളാണ്, ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അതുപോലെ തന്നെ മൂലകങ്ങളായിട്ടുള്ള സിങ്ക്, സെലീനിയം, വീണ്ടും ശരീരത്തിൽ കാണുന്ന പലതരം രാസാഗ്നികൾ, എൻസൈമുകൾ, ഇവയെല്ലാം തന്നെ ഇതുപോലെയുള്ള ഫ്രീ റാഡിക്കൽസിനെ തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരു മുള്ളാത്ത കാണിച്ചിട്ട് പറയുകയാണ് ഇത് ക്യാൻസറിനെ ചെറുക്കും, ശരിയല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെറുക്കാൻ പറ്റത്തില്ല. കാരണം അനൽപമായ ഒരു പങ്ക് അതിനകത്തുള്ള ഫ്ലേവനോയിഡ്സുകളും വൈറ്റമിനുകളും വഹിക്കുന്നുണ്ട്. പക്ഷേ അത് മുള്ളാത്തയിൽ മാത്രമല്ല, നമ്മളീ പറയുന്ന നെല്ലിക്കയാണെങ്കിലും ഏതൊരു ഫലവർഗത്തിലും ഇതേ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവർ നേരിട്ട് ചെന്ന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുമോ എന്നല്ല, നശിപ്പിക്കുന്ന വലിയൊരു പ്രക്രിയ വെളുത്ത രക്താണുക്കളും മുഴ നിരോധിത ജീനുകളൊക്കെ ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ വളരെ അല്പമായൊരു പങ്ക് വഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് സയൻസ്, അതാണ് ശാസ്ത്ര സത്യം. അതിനു പകരം ഇത്തരം സാധനങ്ങളിൽ എന്തൊക്കെയോ ഉണ്ട്, ഇത്തരം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം മാറിക്കിട്ടും എന്ന് പറയുന്നത് തന്നെ ജനത്തെ കബളിപ്പിക്കലാണ്. അത് ഏറ്റവും വലിയ മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ വഞ്ചനകളിലൊന്നാണ്. പല ശ്വാസം പിടുത്ത സ്വാമികളുടെയൊക്കെ ഉപജീവന കലയായിട്ട് അവർ കൊണ്ടു നടക്കാറുണ്ട് പല കാര്യങ്ങളും. അതിലൊന്നാണ് ലക്ഷ്മി തരൂ. എനിക്ക് ജീവിതത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ ഒരു മറുപടി പറയാൻ, ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട അവിടെയും ഒരു സ്കൂളിലെ കുറേ കുട്ടികളെ അധ്യാപകർ കൊണ്ടുവന്നു. ഇവരുടെ കയ്യിലും ഉണ്ടായിരുന്നു ലക്ഷ്മി തരൂ. അതൊരു മരമാണ്, അതുകൊണ്ട് അത് വെക്കണ്ട എന്ന് പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷേ ഞാൻ ആ കുട്ടികളുടെ മുമ്പിൽ നിർത്തിയ അധ്യാപകനോട്, സയൻസ് ടീച്ചറോട് ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള ചെടികളിൽ ക്യാൻസർ പോലെയുള്ളൊരു രോഗത്തിൻ്റെതായിട്ടുള്ള എതിരായിട്ട് എന്തെങ്കിലും ഘടകം ഉണ്ട് എന്ന് നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് തെറ്റാണ്. തെറ്റിദ്ധാരണ ഉളവാക്കുന്ന അത്തരം കാര്യങ്ങൾ അധ്യാപകർ ചെയ്യരുത്. ഇനി ഒരു മരം എന്ന രീതിയിൽ അതിനെ കാണുകയാണെങ്കിൽ അത് വെച്ചോളൂ, അല്ലാതെ അതിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഘടകമുണ്ട് എന്ന് ദയവ് ഇത് ആരോടും പറയരുത്.
കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്ന ഒരു 26 വയസ്സുകാരി ചോദിച്ചു, ഇവിടെ എന്താണ് ഈ തൈ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? കാരണം ഇതിൻ്റെ വളർച്ച ഇത്തിരി വലുതാണ്. നമ്മൾ അതിൻ്റെ ചുറ്റിനും മാവും മറ്റ് സംഗതികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇത് വളർന്നപ്പോഴത്തേക്ക് 26 വയസ്സുകാരിയായ ആൾ ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ്, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് RCCയിലോ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് ഇതുപോലൊരു തൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ജനം വിചാരിക്കും ഇതിലെന്തോ ഉണ്ട്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളാണ്. പക്ഷേ അതൊരു മരമായതുകൊണ്ട് അതിനെ എതിർക്കാനും വയ്യാത്ത ഒരു വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടു പോയി. എങ്കിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ക്യാൻസറിൻ്റെ സമീപത്തും ഈ ഒരു വൃക്ഷത്തൈ വളരുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. അത് ഇതുകൊണ്ടാണ്. എങ്കിലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഇതാണ്, അതിനകത്ത് ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ അസുഖത്തിനെ ചെറുക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണ പാടില്ല. രത്നച്ചുരുക്കമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കോശവിഭജനം നടക്കുമ്പോഴത്തേക്ക് വഴിതെറ്റിയോടുന്ന, പാളം തെറ്റിയോടുന്ന DNA അക്ഷരത്തെറ്റുകൾ അതാണ് ക്യാൻസർ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അവ ചിരഞ്ജീവികളാണ്, നശിക്കുകയില്ല എന്ന് മാത്രമല്ല പോകുന്ന വഴിയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മറ്റു കോശങ്ങളെയും ഏതാണ്ട് ഈ രീതിയിലേക്കാക്കി മാറ്റാൻ കഴിവുള്ളവയാണ് ക്യാൻസർ കോശങ്ങൾ. അവർ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് പെരുകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഊർജ്ജം മൊത്തം അവർ വലിച്ചെടുക്കും. ഇങ്ങനെ വലിച്ചെടുത്തിട്ടാണ് അവർ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നത്. മരണം സംഭവിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് പറയത്തക്ക പോഷകങ്ങളൊന്നും കിട്ടുകയില്ല. രോഗി മെല്ലിച്ച് എല്ലാ പോഷകങ്ങളും അതിലേക്ക് പോകുന്നൊരു പ്രവണത. കാരണം ക്യാൻസർ കോശങ്ങളിൽ രക്തക്കുഴലുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു ഭ്രൂണത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള വളർച്ചയ്ക്കിടയിൽ ആദ്യം നമ്മുടെ മൂലകോശങ്ങളിൽ നിരവധി രക്തക്കുഴലുകൾ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് പോഷണം കിട്ടുന്നത്. പക്ഷേ ഓരോ അവയവങ്ങളും വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഈ മുളച്ച രക്തക്കുഴൽ കുറേയൊക്കെ നശിച്ചു പോകും. ക്യാൻസർ കോശത്തിൽ ഈ പ്രാരംഭാവസ്ഥ അതുപോലെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് അവർ പെരുകുന്നു, കൂടുതൽ രക്തക്കുഴലുകൾ ഉണ്ടാകുന്നു, വീണ്ടും പോഷണങ്ങൾ വലിച്ചെടുക്കുന്നു, വീണ്ടും പെരുകുന്നു. ഈ പെരുകലാണ് മനുഷ്യൻ്റെ മറ്റ് അവയവങ്ങൾക്ക് പണി കൊടുത്തതിന് ശേഷം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പോൾ ആന്തരിക പരിസ്ഥിതിയും ബാഹ്യ പരിസ്ഥിതിയും ഒരേ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നൊരു അസുഖമല്ല ക്യാൻസർ. നിരവധി നാളായിട്ടുള്ള സമ്പർക്കം മൂലം നമ്മളുടെ ജനിതക വ്യവസ്ഥ ചില കാര്യങ്ങളിൽ ദുർബലമാവുകയും ഇതിന് കാരണമായിട്ടുള്ള രാസവസ്തുക്കളോ അല്ലെങ്കിൽ ഫിസിക്കൽ ഏജൻസ്, സൂര്യരശ്മികൾ പോലുള്ള സംഗതികൾ, അല്ലെങ്കിൽ ശരീരത്തിലെ ഹോർമോണുകൾ, അതുമല്ലെങ്കിൽ വിഷാണുക്കൾ, വൈറസ് മൂലമുള്ള അണുബാധകൾ തുടങ്ങി എന്ത് കാരണമായിക്കോട്ടെ ബാഹ്യ പരിസ്ഥിതിയുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, ഈ നിരന്തര സമ്പർക്കം വരുമ്പോഴും ചില ലക്ഷണങ്ങൾ അത് പുറപ്പെടുവിക്കും. ഓരോ അവയവത്തിലും വരാവുന്ന അസുഖങ്ങൾ എന്തൊക്കെ, ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക. 50 വയസ്സ് കഴിയുമ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങി വലുതാകുന്നു? അത് വലുതാകുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അറിയാം. ചില ട്യൂമറുകളിൽ മാത്രമാണ് രക്തപരിശോധന നടത്തിയാൽ ഉള്ളിൽ അസുഖമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ PSA, പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ, ഈ ഒരു സാധനത്തിൻ്റെ അളവ് വല്ലാണ്ട് കൂടും. വിദേശ രാജ്യങ്ങളിൽ 50 വയസ്സ് കഴിഞ്ഞ ഏതൊരു പുരുഷനും ഇത് ഒരു മസ്റ്റാണ്. ഈ ഒരു പരിശോധന അവർ ചെയ്തിരിക്കണം. അപ്പം ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് നമുക്ക് ഇത്തരം സംഗതികൾ വരാനൊരു സാധ്യതയുണ്ട്. അതുപോലെ മൂലക്കുരു, 100 ആൾക്കാരെ നോക്കിയാൽ ചിലപ്പോൾ 90-95% പേർക്കും അത് മൂലക്കുരു തന്നെയായിരിക്കും. പക്ഷേ ഒരു 5-10 ആൾക്കാർക്ക് അത് മൂലക്കുരു ആയിരിക്കില്ല, മലദ്വാരത്തിലെ ക്യാൻസർ ആയിരിക്കും. ഇത് ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മലദ്വാരത്തിലൂടെ വിരലിടത്തി പരിശോധിക്കുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് മനസ്സിലാവും എന്താണ് സംഭവമെന്ന്. അത്രയും ലളിതമായിട്ടുള്ള ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ ചെയ്യാൻ പോലും മലയാളി മടി കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുവാനും അവൻ ബാധ്യസ്ഥനാണ്. ഇനി അഥവാ ഇങ്ങനൊരു സംഗതി കണ്ടാൽ ആശുപത്രിയിൽ പോകുന്നതിന് പകരം റോഡിലൂടെ നടക്കുമ്പോൾ ചില പോസ്റ്ററുകൾ കാണാം. കാപാലിക ക്ലിനിക്, റാവുത്തർ ബിൽഡിങ്ങിന് പുറകുവശം, എല്ലാ ചൊവ്വാഴ്ചയും അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്നവൻ ഏതെങ്കിലും നൂലൊക്കെ ഇട്ട് പിടുത്ത ഒരു കെട്ടൊക്കെ കെട്ടും. കുറച്ചുനാൾ ഇതും കൊണ്ട് നടക്കും. ഇപ്പോൾ ഫിഷർ, ഫിസ്റ്റുല, മൂലക്കുരു, ഇങ്ങനെയുള്ള 3 സാധനങ്ങളാണ് ഇവരുടെ സ്പെഷ്യലൈസേഷൻ. അവസാനം ദഹനവ്യവസ്ഥയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുടലും ചെറുകുടലും വൻകുടലും ഒക്കെ എടുത്തു നോക്കിയാൽ രക്തക്കുഴലുകളുടെ ഒരു മാല, കൊഴുപ്പ് പടലങ്ങളുടെ ഒരു പാളി നമുക്ക് കാണാം. എന്തിനാണ് ഇത്രയും രക്തക്കുഴലുകൾ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ വലിച്ചെടുക്കുക,
അതിനെ കരളിലേക്ക് മറ്റ് സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ രക്തക്കുഴലുകളുടെ ഒരു മാല ഉണ്ടായേ പറ്റൂ. മലദ്വാരത്തിൽ ക്യാൻസറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നോക്കുന്നത് കരളിലേക്കാണ്. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേജ് 4 ആയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും ഇപ്പോഴും ആൾക്കാർ വരുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. കാരണം മലത്തിൻ്റെ ആകൃതിയിലൊരു മാറ്റം, ചിലപ്പോൾ പോകാതിരിക്കുക, പിന്നീടൊരു വയറിളക്കം. അതായത് നമ്മുടെ ബവൽ ഹാബിറ്റ്, ദിവസേന ഒരു തവണ വയറ്റിൽ നിന്നും പോകുന്ന ശോധനയ്ക്കുണ്ടാകുന്ന മാറ്റം, ചെറിയ ചെറിയ രക്തമയങ്ങൾ, ഇതിനെയൊക്കെ ഗ്യാസ് എന്നൊരു ഓമന പേരിട്ട് വിളിച്ചിട്ട് അതിനെ നിസ്സാരമായിട്ട് കൊണ്ടു നടന്നിട്ട് ഒടുവിൽ വന്നിട്ട് കൈകാലിട്ടടിക്കുന്നൊരവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഓരോ അവയവത്തിലും വരുന്ന അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, വേണ്ട പരിശോധനകൾ ചെയ്യുക. മടി കൂടാതെ ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് വന്നു കഴിഞ്ഞാൽ ആരും പോവില്ല. മറിച്ച് ഒരു പ്രമേഹമോ ഒരു രക്താതിസമ്മർദ്ദമോ പരിശോധിക്കുന്ന ഒരു ക്യാമ്പാണെങ്കിൽ ആൾക്കാരുടെ ബഹളമായിരിക്കും അവിടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഏതൊരു സാധനത്തിനും അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തന തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉള്ളത് കൊണ്ട് മരുന്നുകൾ കഴിക്കുമ്പോഴും ചെറിയ ചെറിയ പാർശ്വഫലങ്ങളൊക്കെ വന്നോട്ടെ, ഇതൊക്കെ നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിൽ നമ്മളാകും. അല്ലാതെ ഇതിനെ ഭയന്നുകൊണ്ട് സമൂഹം എന്ത് കരുതുമെന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മക്കളെ ഇനി നാളെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വരില്ലേ എന്ന് ഭയന്നുകൊണ്ട് അസുഖങ്ങളും വെച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അജ്ഞത എന്ന് പറയുന്നത് തുടച്ചു മാറ്റുക, ഇതുപോലെയുള്ള പ്രചരണങ്ങൾ. കാരണം ഇതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതിലെങ്ങും ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. മഞ്ഞൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ പോലെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. കൊടുക്കുന്ന കീമോ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആക്ഷനെ ഒരല്പം ഒന്ന് കൂട്ടിക്കൊടുക്കും. അതിൻ്റെ അർത്ഥം എട്ടുകാലി മമ്മൂഞ്ഞല്ല അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു വലിയ യുദ്ധം നടക്കുമ്പോൾ അതിൽ ചെറിയ ഒരു പങ്ക് വഹിക്കുന്ന ആളെ വലുതായിട്ട് പൊക്കിക്കാണിക്കേണ്ട കാര്യം നമുക്കില്ല. എങ്കിലും മനുഷ്യന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ, അതായത് ശരീരത്തിൽ സംഭരിക്കാൻ സാധിക്കാത്ത വൈറ്റമിൻ ബി കോംപ്ലക്സും ഒരു പരിധിവരെ വൈറ്റമിൻ സിയും എല്ലാ ഫലവർഗ്ഗങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റോ ഫ്ലേവനോയിഡുകൾ എന്നറിയപ്പെടുന്ന രാസപദാർത്ഥങ്ങൾ എണ്ണിയാൽ ഒരു 7 രീതിയിലുള്ള സംഗതികളുണ്ട്. ഇതൊക്കെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ വ്യവസ്ഥയ്ക്ക് അവയുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് കഴിക്കുന്നത് കൊണ്ട് കോശവിഭജനമെല്ലാം നേരാമണ്ണം നടക്കും, നമുക്കുള്ളിൽ ഇത്തരം ക്യാൻസർ കോശങ്ങൾ വരികയില്ല എന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് കളയുക. എന്തിനെപ്പറ്റിയും ശരിയായ അറിവ് സമ്പാദിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.